സമ്മാഉൽ വാഇളി എന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു. നാടുനീളെ വഅദ് പറഞ്ഞു നടന്ന മഹാൻ. ഒരു നാട്ടിൽ വഅദ് പറയാൻ ചെന്നപ്പോ സംഘാടകര് പറഞ്ഞു, വഅദ് കഴിഞ്ഞപ്പോ ഇവിടെ ഒരു മഹാനുണ്ട്, ഈ നാട്ടിൽ ഏത് ഉസ്താദുമാര് വന്നാലും അവരെ കണ്ടിട്ടേ പോകാറുള്ളൂ. സമ്മാഉൽ വാഇളി തങ്ങൾ പറഞ്ഞു, എന്നാൽ നമുക്കും പോയി കാണണം. സംഘാടകരെ കൂടെ ആ മഹാനെ കാണാൻ ചെന്നപ്പോ ആ മഹാൻ പറഞ്ഞു, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നല്ല വഅദ് പറയുന്ന ഉസ്താദല്ലേ, എനിക്ക് നിങ്ങൾ വഅദ് പറഞ്ഞു തരണം. സമ്മാഉൽ വാഇളി തങ്ങളോട് പറഞ്ഞു, മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചുമാണ് എനിക്ക് വഅദ് പറഞ്ഞു തരേണ്ടത്. സമ്മാഉൽ വാഇളി റഹ്മത്തുള്ളാഹി അലൈഹി വഅദ് പറയുകയാണ്. മരണത്തെക്കുറിച്ചങ്ങ് പറഞ്ഞു, ഖബറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ വഅദ് കേട്ടുകൊണ്ടിരിക്കെ ആ മഹാനങ്ങ് മരിച്ചുപോയി. അന്നത്തെ രാത്രി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. നേരം വെളുക്കുവോളം ആ മരണ വീട്ടിൽ സമയം ചെലവഴിച്ചു എന്ന് മാത്രമല്ല, നേരം വെളുത്തപ്പോൾ ആ മഹാനുഭാവരുടെ മയ്യത്തിന്റെ സംസ്കരണ ചടങ്ങുകളിലൊക്കെ സംബന്ധിക്കുകയാണ്. ആയിരക്കണക്കിന് ആലിമീങ്ങളും മഹാന്മാരും ആ മഹാന്റെ ജനാസ കാണാൻ വരുന്നു. എല്ലാവരും ആ ജനാസ കണ്ട ഉടനെ അന്വേഷിക്കുന്നു, മരണം എങ്ങനെയാണ് നടന്നത്. വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു, ഇന്നലെ ഇവിടെ വഅദുണ്ടായിരുന്നു. വഅദ് പറയാൻ വന്ന ഉസ്താദ് തിരിച്ചു പോകുമ്പോൾ ഉസ്താദിനെ കാണാൻ വന്നപ്പോ വഅദ് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു. മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും സമ്മാഉൽ വാഇളി റഹ്മത്തുള്ളാഹി അലൈഹി വഅദ് പറഞ്ഞപ്പോ ആ വഅദ് കേട്ടുകൊണ്ടിരിക്കെ നമ്മുടെ ഉസ്താദ് മരണപ്പെട്ടതാണ്. എല്ലാ മഹാന്മാരായ ആലിമീങ്ങളും സമ്മാഉൽ വാഇളി തങ്ങളെ കൈപിടിച്ച് ആശീർവദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. നിങ്ങൾ വലിയ മഹാനാണല്ലോ, കാരണം ഞങ്ങളെ ഉസ്താദ് ഏത് സമയത്ത് ദുആ ചെയ്താലും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. ഉഖ്റവിയായ ഒരു വാഇളിന്റെ വഅദ് കേട്ടുകൊണ്ട് എനിക്ക് മരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. നിങ്ങളുടെ വഅദ് കേട്ടുകൊണ്ട് മരിക്കാൻ ഉസ്താദിന് സാധിച്ചുവല്ലോ. നിങ്ങൾ റബ്ബിങ്കലിൽ വലിയ ഖബൂലുള്ള മഹാനാണ്. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, വഅദ് എന്നത് മാർക്കിട്ട് പോകാനുള്ളതല്ല. ആത്മീയ ഉപദേശങ്ങൾ ഹൃദയം തുറന്നു വെച്ചു കേൾക്കേണ്ടതാണ്. ആത്മീയമായി പരിവർത്തനത്തിന് നിദാനമാണ്. എന്റെയും നിങ്ങളുടെയും ഇഹപര വിജയത്തിന് വേണ്ടി നാം നല്ല മനസ്സോടെ ഇഖ്ലാസോടെ ഹൃദയ സാന്നിധ്യത്തോടെ കേട്ടിരിക്കേണ്ട മജ്ലിസാണ്. അല്ലാഹു ആ അർത്ഥത്തിൽ നമ്മുടെ മജ്ലിസുകളെല്ലാം ഖബൂൽ ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഔലിയാക്കളും സർവ അംബിയാവും ആത്മീയതയിലേക്ക് വെളിച്ചം പരത്തിപ്പോയവരാണ്. അവരിൽ സമകാലികനും നമ്മുടെ നാട്ടുകാരനുമാണ് ശൈഖുനാ സിയം വലിയുല്ലാഹ്.
ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നേരത്തെ നിങ്ങളെ മുദർരിസ് ഉസ്താദിന്റെ സംസാരത്തിൽ ശ്രദ്ധിച്ചുവല്ലോ. എന്റെ അഭിവന്യരായ TM ഇസ്മായിൽ മദനി ഉസ്താദ് CM വലിയുല്ലാഹിയുടെ നിർദ്ദേശപ്രകാരം എഴുതിയ മൗലിദ് നൂറിലെ വരികൾ ലാ യസ്തഅമിലുൽ മിഖ്ദാ, അവിടുന്ന് കുട്ടിക്കാലത്തു തന്നെ തലയണ ഉപയോഗിച്ചില്ല. കാരണം ഖബറിലുള്ള കിടത്തം ആലോചിക്കുകയാണ്. നമുക്ക് ഇന്ന് ഭൂമിയിൽ അതാ വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ റൂമുകളുണ്ട്. നല്ല താപം വന്നപ്പോൾ ചെറിയ ചെറിയ വീടുകളിൽ പോലും സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്നവര് പോലും ഈ ഉഷ്ണം സഹിക്കാതെ അതാ AC വെക്കുകയാണ്. അതിനു വേണ്ടി 10,000 ചെലവഴിക്കുകയാണ്. ചോദിക്കട്ടെ, ഇന്ന് ഭൂമിയിൽ നമുക്ക് വളരെ കുറഞ്ഞ ആയുസ് മാത്രമല്ലേ ജീവിതമുള്ളത്? ഈ ലളിതമായ ജീവിതത്തിൽ ഒന്ന് നമുക്ക് ഉഷ്ണത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ എയർ കണ്ടീഷനുള്ള റൂമുകളുണ്ട്. നമുക്ക് വിശ്രമിക്കാൻ നല്ല സോഫ്റ്റുള്ള മണിമെത്തകളുണ്ട്. എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റുകൾ വിസ്തീർണമുള്ള വീടുകളുണ്ട്. എന്നാൽ മരണത്തോടുകൂടി നമുക്ക് പോയി കിടക്കാനുള്ള പാർപ്പിടം 6 അടി മണ്ണാകുന്ന ഖബറാണ്. ആ ഖബറിന്റെ വിസ്തീർണം 1 ചാൺ അകലം മാത്രമാണ്. മയ്യത്തിന്റെ നീളം അളന്നു നോക്കാറുണ്ട് ഖബർ വെട്ടുമ്പോ. എന്നാൽ മയ്യത്തിന്റെ വീതി അണക്കാറില്ല. ഓ സുഹൃത്തുക്കളെ, നന്മകളെ കൊണ്ട് ധന്യമാക്കിയ ജീവിതം നയിച്ച ആളാണെങ്കിൽ എത്ര ഇടുങ്ങിയ ഖബറാണെങ്കിലും ആ ഖബർ വിശാലമായി കൊടുക്കുന്നതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുണ്ട്, നിങ്ങൾക്കുള്ള ഖബറില്ലേ, ആ ഖബർ എല്ലാ പകലിലും എല്ലാ രാത്രികളിലും എല്ലാ ദിവസങ്ങളിലും 5 നേരം നിങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്, മോനെ നിനക്ക് വരാനുള്ള ഖബർ മറക്കല്ല. അന ബൈത്തുൽ ഉൽമാ, ഞാൻ ഇരുട്ടറയാണ്. അന ബൈത്തുത് തുറാബ്, ഞാൻ മണ്ണറയാണ്. അന ബൈത്തുൽ വഹ്ദാ, ഞാൻ ഏകാന്തനായി കിടക്കാനുള്ള പാർപ്പിടമാണ്. സുഹൃത്തുക്കളെ, 40 കഴിഞ്ഞവരില്ലേ, 60ലേക്ക് എത്തി നിൽക്കുന്നവരില്ലേ? ഇത്ര കൂടി നമുക്കൊരു 60 കൂടി ജീവിക്കാൻ കഴിയുമോ? ഇനിയൊരു 40 വർഷവും കൂടി ആയുസ് കിട്ടുമോ? ചെറുപ്പക്കാരെ, ചോരത്തളപ്പില് മസുല് ബവറില് ആരോഗ്യത്തിന്റെ പ്രസരിപ്പില് മരണം മറക്കണ്ട.
എത്രയെത്ര യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ചോരത്തിളപ്പുള്ള യുവാക്കളാണ് നമ്മുടെ മഹല്ലിന്റെ ഖബർസ്ഥാനിൽ മീസാൻ കല്ലിന്റെ ചുവടക്കടിയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് തീരുമാനിച്ച സമയമെത്തിയപ്പോ യൗവനം വിട്ടുപിരിയും മുന്നേ ഖബറിലെത്തിപ്പോയി. കാരണം അപകടത്തിൽപ്പെട്ടതാണ്, മാരക രോഗം പിടികൂടിയതാണ്. ഒരു രോഗവുമില്ല, രാത്രി ഉറങ്ങിയതാണ്, നേരം വെളുക്കുമ്പോൾ മിണ്ടുന്നില്ല. അല്ലാഹു തീരുമാനിച്ച ഒരു നിശ്ചിത ടൈമുണ്ട്. ആ ടൈമെത്തിയാൽ മരിക്കലല്ലാതെ മറ്റു മാർഗമില്ല. ഈ ഒരു ഉത്ബോധനമാണ് ആത്മീയ മജ്‌ലിസുകളുടെ രത്നച്ചുരുക്കം. ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സയ്യിദുനാ അബൂ ദർദാ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നു, മാ അഹദുൻ അമിന അലാ ഈമാനിഹി അൻ യസ്ലുബഹു ഇൻദൽ മൗതി ഇല്ലാ സലിബഹു. മരണത്തെ പേടിക്കാത്തവരുണ്ടെങ്കിൽ, മരിക്കുമ്പോൾ എനിക്ക് ഈമാൻ കിട്ടുമോ ഇല്ലയോ എന്ന് ഭയപ്പെടാത്തവരുണ്ടെങ്കിൽ അവര് സൂക്ഷിച്ചു കൊള്ളണം. ആർക്കാണ് മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പേടി തോന്നാത്തത്? അല്ലാ, എന്റെ മരണസമയത്ത് എനിക്ക് ഈമാൻ കിട്ടുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാത്തവരുണ്ടോ? അവര് മരിക്കുന്ന സമയത്ത് അവരുടെ ഈമാൻ ഊരപ്പെടുന്നതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈമാനുള്ള ഉമ്മമാരെ, എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന് ശേഷം നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. അല്ലാ, എന്റെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. അവസാന സമയത്ത് എന്നെ മരിപ്പിക്കുമ്പോൾ എനിക്ക് ഈമാൻ പൂർത്തിയാക്കി തരണേ അല്ലാ. മരണത്തെക്കുറിച്ച് പേടിച്ചവരാണ് മഹാന്മാര്. മരിക്കുമ്പോ ഈമാൻ കിട്ടുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചപ്പോൾ കരഞ്ഞുപോയവരാണ് മഹത്തുക്കള്. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോൾ കരയുകയാണ്. ജഅല യബ്കി. ആരാണ് സുഫിയാനു സൗരി? ഔലിയാക്കളിൽ പ്രധാനിയാണ്. ചരിത്രത്തിൽ ഇമാമുമാര് വിശദമായി രേഖപ്പെടുത്തിയ മാനാണ്. മരണം വന്നപ്പോൾ കരയുന്നു. അവിടുത്തെ സ്നേഹി ചെന്നിട്ട് ചോദിച്ചു, യാ അബാ അബ്ദില്ലാഹ്, ഓ സുഫിയാനു സൗരി തങ്ങളെ, അറാക കസീറദ്ദുനൂബി, ധാരാളം പാപം ചെയ്തവരെ പോലെയുണ്ടല്ലോ നിങ്ങളെ കരച്ചില് കാണുമ്പോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ കരയേണ്ടതുണ്ടോ? കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പമങ്ങ് പൊങ്ങിയിട്ട് വഖാലമാനവറുകൾ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലദുനൂബി അഹ്വനു ഇൻദി മിൻ ഹാദാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അല്പം ഉയർന്നല്ലോ. ഇതിനേക്കാൾ നിസാരമാണ് എൻ്റെ പാപം കേട്ടോ. പാപം ചിന്തിച്ചത് കൊണ്ടല്ല ഞാൻ കരയുന്നത്. വലാകിൻ അഖാഫു അൻ നുസ്ലിബൽ ഈമാൻ ഖബ്ലൽ മൗതി.
മരിക്കുന്നതിന്റെ മുമ്പ് എന്റെ ഖൽബിലുള്ള ഈമാൻ ഊരപ്പെടുമോ എന്ന് ഭയക്കുകയാണ്. അല്ലാ മഹാന്മാരെ ഈമാനിന്റെ വിഷയത്തിൽ പേടിച്ചവരാണ്. നമുക്കില്ല വിലേശം ഈമാനിനെ കുറിച്ച് ബോധമില്ലല്ലോ. അല്ലാഹുമ്മ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി തരട്ടെ. 7 വിഭാഗം ആളുകൾ മരണപ്പെട്ടാൽ ഖബറിൽ അവർക്ക് ചോദ്യങ്ങളില്ല. അതിൽ ഒരു വിഭാഗം ആരാണ്? വെള്ളിയാഴ്ച രാവോ പകലോ മരണം വരുന്നവരാണ്. ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ശവ്വാൽ 4 ഒരു വെള്ളിയാഴ്ച രാവിലെ 9:20 സമയമാകുമ്പോഴാണ് വഫാത്തായത്. അങ്ങനെ എത്ര മഹാന്മാരാണ് വെള്ളിയാഴ്ചയിൽ അവർക്ക് അല്ലാഹു മൗത്ത് നൽകിയത്. ഞങ്ങൾക്കും അവസാനം ഒരു വെള്ളിയോ തിങ്കളോ ഈമാനോടുകൂടിയുള്ള മരണം തരണേ അല്ലാഹ്. الصدق في الغار والصديق لم يرما وهم يقولون ما بالغار من نرمي. ലോകത്തിന്റെ നേതാവിന്റെ സന്തത സഹചാരിയും കളിക്കൂട്ടുകാരനും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 1ാമത്തെ ഖലീഫയുമായിരുന്ന അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, എന്റെ ആഗ്രഹം എനിക്ക് തിങ്കളാഴ്ച മരിക്കണമെന്നാണ്. കാരണം എന്റെ നേതാവ് വഫാത്തായ ദിവസം തിങ്കളാഴ്ചയാണ്. ലോകത്തിന്റെ നേതാവിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത ദിവസമാണ് തിങ്കള്. 40-ാം വയസ്സിൽ തങ്ങൾക്ക് നുബുവത്ത് കൊടുത്ത ദിവസം തിങ്കളാഴ്ചയാണ്. 53-ാമത്തെ വയസ്സിൽ മക്കത്ത് നിന്ന് മദീന മുനവ്വറയിലേക്ക് ഹിജ്റ വന്നത് തിങ്കളാഴ്ചയാണ്. ഹബീബായ തങ്ങളെ ഇസ്റാ മിഅ്റാജ് കൊണ്ടുപോവാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ദിവസം തിങ്കളാഴ്ചയാണ്. ഹബീബായ തങ്ങൾക്ക് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾക്ക് അല്ലാഹു നൽകിയ ദിവസം തിങ്കളാണ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ആഗ്രഹിക്കുകയാണ്, എന്റെ മരണം ഒരു തിങ്കളിലാകാൻ. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്കും തൗഫീഖ് തരട്ടെ. അധികമാനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഖദീരയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ജല്ല മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ സലാമത്താകണം. അവസാനം റൂഹ് തിരിയുന്ന നേരം ഖൽബിൽ ഉറച്ച ഈമാൻ ഉണ്ടാകണം. ആ ഖൽബിൽ ഉറച്ച ഈമാൻ നാവിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ തൗഹീദിന്റെ കലിമത്തിലൂടെ പ്രകടമാക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. അല്ലാഹു നമുക്ക് ഹുസ്നുൽ ഖാത്തിമ നൽകട്ടെ. പ്രവാചകന്മാരിൽ ഒരു മഹാനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,
നല്ല വിശപ്പുണ്ട്, ആരോഗ്യപരമായ വലിയ പ്രയാസങ്ങളുണ്ട്, ദാരിദ്ര്യമാണ്, ഉടുതുണിക്ക് മറുതുണിയില്ല. സുബ്ഹാനല്ലാഹ്. ആ പ്രവാചകൻ അല്ലാഹുവിനോട് ശികായത്ത് പറഞ്ഞപ്പോൾ അല്ലാഹു ചോദിക്കുന്നു, മഹാൻ അമാറലീത അൻ അസംതു ഖൽബക അൻ യക്ഫുറനി. നിങ്ങളെ ഹൃദയത്തിൽ എന്നെ നിഷേധിക്കുന്ന ചിന്തയിൽ നിന്ന് നിങ്ങളെ ഹൃദയത്തെ ഞാൻ കാക്കണോ, അല്ല നിങ്ങൾക്ക് ഞാൻ വിശപ്പും ദാരിദ്ര്യവും തന്നു പരീക്ഷിക്കണോ? ഏത് പരീക്ഷണമാണ് നിങ്ങൾക്ക് തരേണ്ടത്? ഒന്നുകിൽ കുഫ്റ് തരും, അല്ലെങ്കിൽ വിശപ്പ് തരും, ദാരിദ്ര്യം തരും. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഉടനെ ആ പ്രവാചകൻ മണ്ണുവാരി തലയിലിട്ടിട്ട് പറയുന്നു, ബലാ യാ റബ്ബ് ഖദ് റളീതു. നീ തന്ന ഈ വിശപ്പ് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് ഞാനിതാ സംതൃപ്തി അടയുന്നു. അല്ലാഹ് ഫഅസിംനി മിനൽ കുഫ്രി. എന്റെ ഖൽബിൽ കുഫ്റ് തരല്ലേ അല്ലാഹ്. അവസാനം മരിക്കുന്ന സമയത്ത് എന്റെ ഈമാൻ ഊരിക്കളയല്ലേ അല്ലാഹ്. മഹാന്മാരായ പ്രവാചകന്മാരും ഔലിയാക്കളും ഭയന്നത് അവസാനം ഈമാനില്ലാതെ മരിച്ചു പോകുമോ എന്നതാണെങ്കിൽ, ഓ സുഹൃത്തുക്കളെ, നമ്മുടെ ഖൽബിലും വേണ്ട ഭയമാണ് അവസാനം മോശമാകുമോ. വൽആഖിബതു ലിൽമുത്തഖീൻ. തഖ്വ ചെയ്ത് ജീവിച്ചവർക്കാണ് അവസാനം അന്തിമ വിജയമെന്ന് ഖുർആൻ. ഇഖ്ലാസുള്ള നിസ്കാരം, ഇഖ്ലാസുള്ള നോമ്പ്, ഇഖ്ലാസുള്ള ഖുർആൻ പാരായണങ്ങൾ, ഇഖ്ലാസുള്ള ദാനധർമ്മങ്ങൾ, ഇഖ്ലാസുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ, ഇഖ്ലാസുള്ള സ്ഥാപന പ്രവർത്തനങ്ങൾ, ഇഖ്ലാസുള്ള സ്വാന്തന പ്രവർത്തനങ്ങൾ, ഇഖ്ലാസോടുകൂടിയുള്ള നമ്മുടെ ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ അവസാനം നമുക്ക് നന്നായി മരിക്കാം. മഹാന്മാര് പറയുന്നു, അലിസുഇൽ ഖാതിമത്തി അസ്ബാബുൻ തഖദ്ദമു അലൽ മൗതി. മരണത്തിന്റെ മുമ്പ് അവസാനം മോശമായി തീരാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം അൽ ബിദ്അതു. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തുള്ള പുത്തനാശയമാ. അല്ലാഹു നമ്മെ ബിദ്അത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. സിയം വലിയുള്ളാഹിയെ അനുസ്മരിക്കുന്ന മജ്ലിസല്ലേ. സുന്നത്ത് ജമാഅത്തിന് അഡ്രസ് ഉണ്ടാക്കി തന്ന മഹാനാണ് ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എറണാകുളം സമ്മേളനം നടത്തണം. ഔലിയാക്കൾ അവിടെ പങ്കെടുക്കും. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അള്ളാന്റെ ഔലിയാക്കൾ നിങ്ങളോടൊപ്പമുണ്ട്. സുൽത്താൻ ഉലമക്ക് ധൈര്യം പകർന്നു കൊടുത്തു ശൈഖുനാ സിയം വലിയുള്ളാഹി. ചരിത്രങ്ങൾക്ക് വലിയ സാക്ഷിയായ നിർണായക സമ്മേളനമായിരുന്ന എറണാകുളം സമ്മേളനം വിജയിച്ചതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ കാണുന്ന സുന്നത്ത് ജമാഅത്തിന്റെ യശസ് നമുക്ക് ലഭിച്ചത്. അല്ലാഹു ഖിയാമം വരെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെയും അതിന്റെ സംഘടനാ സംവിധാനങ്ങളെയും അതിന്റെ സ്ഥാപന സമുച്ചയങ്ങളെയും ഇസ്സത്തിലാക്കി തരട്ടെ. ഓ
സുഹൃത്തുക്കളെ, ബിദ്അത്തിനോട് ശൈഖുനാ സിയം വലിയുല്ലാഹി മഹാനവർകൾക്ക് വലിയ വെറുപ്പായിരുന്നു. ബിദ്അത്തുകാരൻ അറുത്ത മാംസം ഭക്ഷിക്കാറില്ലായിരുന്നു. ബിദ്അത്തുകാരന്റെ നിക്കാഹ് നടത്തി കൊടുക്കേണ്ടി വന്ന സാഹചര്യം വന്നപ്പോൾ നിക്കാഹ് ഞാൻ നടത്തൂല എന്ന് ധൈര്യസമേതം ആ നാട്ടിൽ ഖാലിയായിരുന്ന സിയം വലിയുള്ള അങ്ങ് തുറന്നു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, കുടുംബവും ഉമ്മയും പോലും പറഞ്ഞു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാവണ്ട മോനെ, ഒന്ന് കഴിച്ചു കൊടുക്കണം നിക്കാഹ്. ആ സമയത്ത് പറഞ്ഞത് ഇത് അള്ളാന്റെ ദീനിന്റെ നിയമമാണ്. ആ നിയമം ലംഘിക്കാൻ ആരും എന്നോട് ശഫാഅത്ത് ചെയ്യണ്ട. അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ അടിയുറച്ചു നിൽക്കണം. ഓ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾക്ക് വിവാഹ ആലോചനകൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ മകൾക്ക് ഇണയായി നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ മകന് നമ്മൾ ഇണയായി തെരഞ്ഞെടുക്കുന്ന ഭാര്യ, അത് സുന്നത്ത് ജമാഅത്തിന്റെ കുടുംബ പശ്ചാത്തലമുള്ളവരാണോ? മുസ്ലിമായാൽ മതി എന്ന ചിന്ത മാത്രം പോരാ, സുന്നിയാകണം എന്ന നിർബന്ധമുണ്ടാകണം. കാരണം സുന്നിക്ക് സുന്നി മാത്രമേ കുഫുവോക്കുകയുള്ളൂ, അവരുടെ നിക്കാഹ് മാത്രമേ ശരിയാവുകയുള്ളൂ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ, ആലോചിക്കണേ. അപ്പോൾ ബിദ്അത്ത് സുന്നത്ത് ജമാഅത്തിന് എതിരായ ആശയങ്ങൾ വല്ലതും നമ്മുടെ ഖൽബിലേക്ക് കയറിപ്പോയാൽ അവസാനം മോശമായി മരിച്ചു പോകും കേട്ടോ. വന്നിഫാഖു, മറ്റൊരു കാരണമാണ് നിഫാഖ്, കപട വിശ്വാസം. സുബ്ഹാനല്ലാഹ്, എന്താണ് കപട വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ ലാഘവത്തോടെ പലരും കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ആയത്തുൽ മുനാഫിഖി സലാസുൻ, അതാ കപട വിശ്വാസമുള്ളവന്റെ അടയാളം 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ അവൻ കള്ളം മാത്രമാ പറയുന്നത്. വഇദാ വഅദ അഖ്ലഫ, കറാർ വെച്ചാൽ അവൻ ആ കറാറിനെ ലംഘിക്കുന്നതാണ്. വഇദാ ഉത്മിന ഖാൻ, അവനെ വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചാൽ അവൻ അതിൽ വഞ്ചന കാണിക്കുന്നതാണ്. ഈ 3 ലക്ഷണം കെട്ട സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവസാനം മോശമായി മരിച്ചു പോകുന്നതാണ്. അല്ലാഹു നമ്മക്ക് തുരക്ഷിക്കട്ടെ. നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന സ്വഭാവമുണ്ടോ? അവസാനം കലിമ ചൊല്ലാൻ കഴിയാതെ മരിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിയം വലിയുള്ളാന്റെ ഉറൂസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും തീരുമാനിക്കുക, ഞാൻ എന്റെ നാവ് കൊണ്ട് കളവ് പറയൂല. കളവ് മാത്രം ശീലമാക്കിയാൽ അവസാനം മോശമായി. അല്ലാഹു അവസാനം നന്നാക്കി തരട്ടെ. സത്യം മാത്രം പറയാൻ അല്ലാഹു നമുക്ക് വിധി കൂട്ടട്ടെ. രണ്ടാമത്തെ കാര്യം, വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കുമെന്ന് നമ്മൾ വാഗ്ദത്തം പറഞ്ഞാൽ അത് വാങ്ങിക്കൊടുക്കണം. അത് വാങ്ങിക്കൊടുക്കാതിരുന്നാൽ മക്കൾ വാക്ക് ലംഘിക്കുന്നവരായി വളരും. അപ്പോൾ മക്കളും മുനാഫിഖീങ്ങളായി മാറിപ്പോകും. പറയാൻ വരുന്നത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കാൻ പറ്റുന്നതാകണം. ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്തതൊന്നും വാക്ക് കൊടുക്കരുത്. വാക്കു പറഞ്ഞാൽ എന്ത് വില കൊടുത്തും അത് ലംഘിക്കാതെ അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾക്ക്
ജനങ്ങളുടെ മനസ്സുകളിലുള്ള വിശ്വാസം അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. അല്ലാഹു ഈമാനിന്റെ ഉടമകളിൽ നമ്മെ പെടുത്തിത്തരട്ടെ. സുഹൃത്തുക്കളെ, അവസാനം മോശമാകുന്നത് 2 രൂപത്തിലാണ്. മഹാന്മാര് പറയുന്നു, അതിൽ ഒന്നാമത്തേത് ഖൽബിൽ കുഫറും നിഫാഖും അങ്ങ് കയറിയിട്ട് അവസാനം നിഷേധമുള്ള മനസ്സോടുകൂടി സക്കറാത്തുൽ മൗത്തിന്റെ വേളയിൽ കലിമ ചൊല്ലാൻ കഴിയാതെ മരിച്ചു പോകലാണ്. എത്ര മഹാന്മാരാണ്! സുബ്ഹാനല്ലാഹ്, മരണവേളയിൽ ഇബ്ലീസുൽ ലഈൻ വന്ന് ശല്യം ചെയ്തപ്പോ കലിമ ചൊല്ലാൻ കഴിയാതെ മരിച്ചു പോയത് കാരണം അവരുടെ ഖൽബിലേക്ക് കുഫർ നിറഞ്ഞുപോയി. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തെ മരണം പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക എന്നതാണ്. വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറ്റാക്കടിച്ച് മരിച്ചു പോകുക. മദ്യം കഴിക്കുന്ന സമയത്തും കഴിച്ചു കഴിഞ്ഞ സമയത്തും മദ്യം വയറ്റിലുള്ള സമയത്ത് ലഹരി ഉപയോഗിക്കുന്ന നേരത്ത് അതേ ഗീബത്ത് സംസാരിക്കുന്ന സമയത്ത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പാപങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ മരണം വന്നാൽ മോശമായി മരിച്ചു പോകുന്നതാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. 100 സാദാത്ത് ബായാർത്ഥങ്ങൾ പാപ്പ നമ്മുടെ മജ്ലിസിന്റെ സമീപത്തേക്ക് എത്താൻ സമയമായിട്ടുണ്ട്. അതാ ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലമ്മാ ഉഖ്രിജത്ത് ജനാസത്തു സഅദ് ബിൻ മുആദ്, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് തങ്ങളെ ജനാസ എടുക്കപ്പെട്ടപ്പോ വസവൈനാ അലൈഹാ, ജനാസ ഖബറിലേക്ക് വെച്ച് മറമാടി കഴിഞ്ഞപ്പോ ഇൽതഫത ഇലൈനാ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ ഞങ്ങളെ കൊള്ള തിരിഞ്ഞു നിന്നിട്ട് ഫഖാല, തങ്ങൾ പറഞ്ഞു, മാ മിൻ അഹദിൻ മിനൻ നാസി ഇല്ലാ വലഹു ലഗ്തത്തുൻ ഫീ ഖബ്രിഹി. സ്വഹാബത്തെ, നമ്മളിൽ ഒരാളുമില്ല ഖബറിൽ രക്ഷപ്പെടുന്നവർ. നമ്മളിൽ ആരെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാലും ആ ഖബർ പിടിച്ച് എടുക്കുന്നതാണ്. ആരെങ്കിലും ഖബറിലെ പിടുത്തത്തിൽ നിന്ന് ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു. ഓ ഈമാനുള്ള സഹോദരങ്ങളെ, പോയി കിടക്കാനുള്ള ഖബർ നമ്മുടെ മനസ്സിൽ ഏത് സമയത്തും ഓർമ്മയിലുണ്ടാകണം. ഖബർ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം പറ്റൂല. അതാ അബ്ദുല്ലാഹി സ്വൻആനി തങ്ങൾ പറയുന്നു, ഞാൻ യസീദ് ബിൻ ഹാറൂൻ എന്ന മാനെ മനാമിൽ കണ്ടു. സുബ്ഹാനല്ലാഹ്, 4 രാത്രികളിൽ തുടർച്ചയായി യസീദ് ബിൻ ഹാറൂനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതെന്താണ്? ആ യസീദ് ബിൻ ഹാറൂൻ മഹാൻ പറഞ്ഞു, തഖബ്ബല മിന്നിൽ ഹസനാത്ത്, ഞാൻ ചെയ്ത നന്മകളൊക്കെ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. വതജാവസ അന്നി സയ്യിആത്ത്, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾക്ക് അല്ലാഹു മാഫ് നൽകിയിട്ടുണ്ട്. ഉടനെ അബ്ദുല്ലാഹി സ്വൻആനി തങ്ങൾ ചോദിക്കുന്നു, വമാ കാന ബഅദ ദാലിക, അതിനുശേഷം സംഭവിച്ചതെന്താണ്? യസീദ് ബിൻ ഹാറൂൻ തങ്ങളെ മറുപടി, ഹൽ യകൂനു മിനൽ കരീം
കരീമി ഇല്ലൽ കറമു. മാന്യനായ റബ്ബിൽ നിന്നും മാന്യതയല്ലാതെ ഉണ്ടാകുമോ? വഫറലി ദുനൂബി, എന്റെ ദോഷങ്ങളൊക്കെ റബ്ബനിക്ക് പുറത്തു തന്നു. വഅദ്ഖലനിൽ ജന്ന, എനിക്ക് അല്ലാഹ് സ്വർഗ്ഗപ്രവേശനം നൽകി. അബ്ദുല്ലാഹി സ്വന്നാനി തങ്ങൾ പറയാണ്, അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ബിമനിൽ തല്ലദീ നിൽതാ, ഓ യസീദ് ഇബ്നു ഹാറൂൻ തങ്ങളെ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം, നിങ്ങൾക്ക് അല്ലാഹുവിങ്കലിൽ നിന്ന് മാപ്പ് ലഭിക്കാനുണ്ടായ കാരണം ഒന്ന് പറഞ്ഞു തരുമോ? ഖബറിൽ രക്ഷപ്പെടാൻ, ആഖിറത്തിൽ വിജയം കിട്ടാൻ നിദാനമായ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരൂ. യസീദ് ഇബ്നു ഹാറൂൻ തങ്ങൾ പറയുകയാണ്, ബിമജാലിസി ദിക്രി, ഞാൻ ധാരാളം ദിക്റിന്റെ മജ്ലിസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വാലിഹീങ്ങളെ കൂടെ ഇതുപോലെയുള്ള മജ്ലിസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. യസീദ് ഇബ്നു ഹാറൂൻ തങ്ങൾ വിശദീകരണം കൊടുക്കുകയാണ്, വഖൗലി അൽ ഹഖ്, ഞാൻ സംസാരത്തിൽ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഖബറിൽ രക്ഷപ്പെട്ടു, ആഖിറത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തെ കാരണം, വതൂലു ഖിയാമി ഫിസ്സലാ, നിസ്കാരത്തിൽ അല്ലാഹ് എന്ന ചിന്തയോടെ ധാരാളം സമയം റബ്ബിന്റെ മുമ്പിൽ ദീർഘനേരം ഖിയാമിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. വസ്ബരി അലൽ ഫഖരി, അല്ലാഹ് ദാരിദ്ര്യം തന്ന് എന്നെ പരീക്ഷിച്ചപ്പോ ഇല്ലായ്മകളുടെ തീച്ചൂളകളിൽ ജീവിതം കഴിച്ചുകൂട്ടിയപ്പോ നല്ല ക്ഷമ കൊണ്ട് ഞാൻ ആ സമയങ്ങൾ തരണം ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഖബറിൽ വിജയിച്ചു, മഹ്ശറിൽ വിജയിച്ചു. ഓ ഉമ്മമാരേ, ഉപ്പമാരേ, നിസ്കാരത്തിൽ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി അങ്ങ് പ്രവേശിച്ചാൽ പെട്ടെന്ന് ഫാത്തിഹ അങ്ങ് തീർത്ത് കളയണ്ട. ശരിയാവണ്ണം മഖ്റജ് ഒപ്പിച്ചുകൊണ്ട് ഫാത്തിഹയുടെ ഓരോ അക്ഷരങ്ങളും ഉച്ചരിച്ചുകൊണ്ട് ആ ഹർഫുകളുടെ സിഫാത്തുകൾ പാലിച്ചുകൊണ്ട് തജ്വീദിന്റെ നിയമം പാലിച്ചുകൊണ്ട് ഓതി തീർക്കണം. അതേ, എത്ര സമയം ഖിയാമിൽ നിൽക്കാൻ കഴിയുമോ? നിസ്കാരത്തിൽ ഖിയാം ദീർഘിപ്പിച്ചാൽ പരലോകത്തെ രക്ഷപ്പെടാം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിനു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നാവിനെ സൂക്ഷിക്കുക, കള്ളം പറയുന്ന സ്വഭാവം ഇന്നു മുതൽ അവസാനിപ്പിക്കുക. നാവെടുത്താൽ സത്യസന്ധമായി സംസാരിക്കുക, എന്നാൽ പരലോകത്തെ രക്ഷപ്പെടാം. ദിക്റിന്റെയും ഇൽമിന്റെയും സ്വലാത്തിന്റെയും ഇതുപോലെ മഹാന്മാരെ അനുസ്മരിക്കുന്നതിന്റെയും മജ്ലിസിൽ പങ്കെടുക്കുക. ഇഖ്ലാസുള്ള മനസ്സോടെ പങ്കെടുക്കുക, എന്നാൽ ആഖിറത്തിൽ വിജയിക്കാം. അബ്ദുല്ലാഹി സ്വന്നാനി തങ്ങൾ പറയാണ്, ഞാൻ വീണ്ടും ചോദിച്ചു, മുൻകറും വനകീറുൻ ഹഖുൻ, മുൻകർ നകീർ എന്ന മാലാകമാര് സത്യമാണോ? ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു ഹാറൂൻ തങ്ങളെ മറുപടി, ഐ വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവാണ് സത്യം, മുൻകറും നകീറും എന്റെ സമീപത്ത് വന്നിട്ടുണ്ട്. ലഖദ് അഖഅദാനി വസഅലാനി, എന്നെ ഖബറിൽ നിന്ന്
മകനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിയിട്ട് എന്നോട് ചോദ്യം ചെയ്തു അവർ, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക ഫജഅൽതു അൻഫളു ലിഹിയതി അൽബൈളാ മിനത് തുറാബി. എന്റെ വെളുത്ത താടിരോമങ്ങൾ മണ്ണില്ലെന്ന് ഞാൻ അതാ കുടഞ്ഞ് ഞാൻ ഉണർന്നു. എന്നിട്ട് ചോദ്യം ചോദിച്ച മലക്കുകളോട് ഞാൻ ചോദിച്ചു, മിസ്ലി യുസ്അൽ, എന്നെ പോലെയുള്ള ആളുകളോട് ചോദ്യം ചോദിക്കപ്പെടുമോ? അന യസീദ് ബിൻ ഹാറൂനുൽ വാസിത്തി, ഞാൻ യസീദ് ബിൻ ഹാറൂനുൽ വാസിത്തിയാണ്. ആരാണ് ഞാനെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ മലക്കുകളെ? കുന്തു ഫീ ദാരി ദുനിയാ 60 സന, ഞാൻ ദുനിയാവിൽ 60 കൊല്ലം ജീവിച്ചത്. വഅല്ലിമുന്നാസ്, ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാനാണ്, ഞാൻ വഅദ് പറഞ്ഞു കൊടുത്തവനാണ്. എന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തില് ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തവനാണ്. എന്നെ പോലെയുള്ള ആളുകളോട് 60 കൊല്ലം അള്ളാന്റെ ദീന് ലോകത്ത് വിളംബരം ചെയ്ത് ജീവിച്ച എന്നോട് മൻ റബ്ബുക എന്ന് ചോദിക്കേണ്ടതുണ്ടോ? സുഹൃത്തുക്കളെ, ആ സമയത്ത് യസീദ് ബിൻ ഹാറൂൻ തങ്ങൾ പറയാണ്, ഇത് ചോദ്യം ഞാൻ ചോദിച്ചപ്പോ മുൻകർ നക്കീറും മലക്കുകളിൽ നിന്ന് ഒരാള് പറഞ്ഞു, സ്വദഖ, ഇയാൾ പറഞ്ഞത് സത്യമാണ്. യസീദ് ബിൻ ഹാറൂൻ, ആ യസീദാണ് ഇദ്ദേഹം. നൗമത്തൽ അറൂസ്, പുതുമണവാളൻ മണിയറയിൽ കിടക്കും പ്രകാരം ഈ ഖബറിൽ കിടന്നു യസീദേ. ഫലാ റൗഅത അലൈക ബഅദൽ യൗം, പരീക്ഷയിൽ വിജയിച്ചു പോയി, നിങ്ങൾ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് ലഭിച്ചു പോയി. ഈ ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഭയപ്പെടാനില്ല. ഓ സുഹൃത്തുക്കളെ, മഹാന്മാര് ഖബറിൽ രക്ഷപ്പെടാൻ ജീവിതത്തിൽ ചെയ്തു തീർത്ത സൽക്കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒരു സൽക്കർമ്മവുമായി ഖബറിലേക്ക് പോകാൻ കഴിയണം കേട്ടോ. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ.